പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് മൃഗങ്ങളെ പൂർണ്ണമായി മാറ്റുന്നതോടെ ചെമ്പൂക്കാവിലെ 140 വർഷം പഴക്കമുള്ള മൃഗശാലയിൽ മ്യൂസിയവും ബൊട്ടാണിക്കൽ ഗാർഡനും ഒരുക്കാനുള്ള പദ്ധതിരേഖ വൈകുന്നു. കേരളത്തിലെ മ്യൂസിയങ്ങൾ രൂപകൽപ്പന ചെയ്യുന്ന സർക്കാർ അക്രഡിറ്റഡ് ഏജൻസിയായ കേരള മ്യൂസിയത്തിനെ മുൻ സർക്കാർ പദ്ധതിരേഖ തയ്യാറാക്കാൻ ഏൽപ്പിച്ചെങ്കിലും മുന്നോട്ടു പോയില്ല. മൃഗശാലയിലെ 10.43 ഏക്കർ വളപ്പിലാണ് പദ്ധതി വിഭാവനം ചെയ്തത്. അപൂർവമായ നിരവധി വൃക്ഷങ്ങൾ നിറഞ്ഞ മൃഗശാല വളപ്പിനെ ബൊട്ടാണിക്കൽ ഗാർഡനാക്കി മാറ്റാൻ മറ്റിനങ്ങളിലുള്ള മരങ്ങൾ വച്ചുപിടിപ്പിക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ ആവശ്യമാണ്. നഗരത്തിലെ ചൂടും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതവും കുറയ്ക്കുന്ന ശ്വാസകോശമായി നിലനിൽക്കുന്ന മൃഗശാലയെ ബൊട്ടാണിക്കൽ ഗാർഡനാക്കണമെന്നാണ് ആവശ്യം. മരങ്ങളോ സസ്യസമ്പത്തോ വെട്ടിമാറ്റാതെ ബൊട്ടാണിക്കൽ ഗാർഡനാക്കുക, മുതിർന്ന പൗരന്മാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും വിശ്രമിക്കാനും പ്രഭാത സായാഹ്ന സവാരിക്കുമായി വാക്കിംഗ് ട്രാക്കുകളും ഓപ്പൺ ജിംനേഷ്യവും സ്ഥാപിക്കുക, പുത്തൂർ സുവോളജിക്കൽ പാർക്കിനെ ഇന്റർപ്രറ്റേഷൻ സെന്ററായും പരിസ്ഥിതി പഠന ഇന്റേൺഷിപ്പ് കേന്ദ്രമായും മാറ്റുക, ഔഷധ സസ്യങ്ങളുടെ നഴ്സറിയും ബട്ടർഫ്ലൈ പാർക്കും സ്ഥാപിക്കുക, പഴയ മ്യൂസിയം കെട്ടിടങ്ങൾ, കൊല്ലങ്കോട് കൊട്ടാരം എന്നിവയിൽ പുരാവസ്തു ബൊട്ടാണിക്കൽ മ്യൂസിയം ഒരുക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളുമുണ്ട്. കൂടുതൽ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ നിർമ്മിക്കാതെ നിലവിലുള്ളതിൽ പരിമിതപ്പെടുത്തുകയാണ് ലക്ഷ്യം. നിലവിൽ 20 കോടി രൂപ ടോക്കൺ അഡ്വാൻസ് കണക്കാക്കി ചർച്ചകൾ തുടരുന്നുണ്ടെങ്കിലും ബജറ്റിൽ പണം നീക്കിവെക്കാത്തതിനാൽ ഇനിയും കാത്തിരിക്കേണ്ടി വരും. തൃശൂരിലെ തന്നെ വ്യാപാര സ്ഥാപനങ്ങളുടെ CSR ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുകയെന്ന ആലോചനയുമുണ്ട്. 14.07 ഏക്കറിലുള്ള മൃഗശാലയിൽ 80 സെന്റിൽ വിവിധ കൂടുകളാണ്. 2.31% സ്ഥലത്ത് കെട്ടിടങ്ങളും സ്ഥിതി ചെയ്യുന്നു. നിങ്ങളുടെ ആഘോഷങ്ങൾക്ക് സ്വർണ്ണത്തിളക്കം പകരുന്ന MR ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ പൊന്നോണാശംസകൾ.